ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ആർട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ്, ഈ വ്യക്തി എന്തിനാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് നമുക്ക് നോക്കാം. ത്രീ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഇതൊരു ട്രയാങ്കിൾ ലവ് സ്റ്റോറിയാണെന്നാണ് കാണുന്നത്. അപ്പം ഇത് പാസ്റ്റിൽ നിന്നും വന്ന ഒരു കാർമിക് കണക്ഷനാണ്. കൂടുതൽ ആൾക്കാർക്ക് ഇത് ഞാൻ പയൽ വയ്ക്കാത്തതുകൊണ്ട് കുറേ ആൾക്കാർക്ക് കൺഫ്യൂസ്ഡ് ആകും. അപ്പം മനസ്സിലാക്കുക, ഇതിൽ ഇതെല്ലാവർക്കും ഉള്ള റീഡിങ് ആയിരിക്കില്ല, കുറച്ച് ആൾക്കാർക്ക് ഇത് കണക്റ്റ് ആകും. അപ്പോൾ ഇത് പാസ്റ്റിൽ നിന്നും വന്ന ഒരു വ്യക്തിയാണത്. അപ്പോൾ ഒരു കാർമിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണത്. ഇത് ട്രയാങ്കിൾ ലവ് സ്റ്റോറിയാണ്, ലവ് ട്രയാങ്കിളാണ് കാണുന്നത്. അപ്പം വളരെ വലിയ ആഴത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം നിങ്ങളുടെ ഹൃദയത്തെ ഒരുപാട് വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ ഒരു വ്യക്തി ഈ ജന്മത്തിൽ നിങ്ങളുടെ കൂടെ കൂടിയതെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത് കാണുന്ന കുറേ ആൾക്കാർക്കെങ്കിലും, എല്ലാവർക്കും അല്ലാതെ മനസ്സിലാക്കുക, തേർഡ് പാർട്ടി സിറ്റുവേഷനും ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അതിൽ ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ നിങ്ങളുടെ ഈ ഒരു ജീവിതം, ഈ ഒരു ലൈഫ് ടൈമിൽ നിങ്ങൾ അനുഭവിക്കേണ്ട ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിച്ചത് ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിലൂടെ ആയിരിക്കാം. ഏറ്റവും വേദന അനുഭവിച്ചത്. കാരണം ഇതിലൊരു ഹാർട്ട് ബ്രേക്കാണ് കാണുന്നത്. ഇതൊരു ത്രീ സോഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ മാത്രമല്ല, ഇതൊന്ന് ഓവർകം ചെയ്യാൻ സ്റ്റിൽ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും നിങ്ങളതിൽ കുടുങ്ങി കിടക്കുന്നു എന്നുള്ളതാണ്. അതാണ് കാർമിക് കണക്ഷൻ്റെ പ്രത്യേകത. ഏറ്റവും കൂടുതൽ നമുക്ക് സ്നേഹവും സന്തോഷവും ഒക്കെ കിട്ടുന്നതും കാർമിക് കണക്ഷനിലായിരിക്കും. അതിന്ന് പുറത്തിറങ്ങാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു കാർമിക് കണക്ഷനാണ് ഇതെന്നുള്ളതാണ്. ഇതിന്ന് ഓവർകം ചെയ്യാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, നിങ്ങൾ സ്പിരിച്വൽ ആയിക്കൊണ്ടേയിരിക്കുക. ഇതിന്ന് നമ്മൾ പുറത്ത് കിടക്കണമെങ്കിൽ നമ്മൾ എത്രത്തോളം ദൈവത്തെ പിടിക്കാൻ പറ്റുമോ അത്രത്തോളം ദൈവത്തിൽ വിശ്വസിക്കുക. അപ്പോൾ അങ്ങനെ ദൈവത്തിൽ വിശ്വസിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് കിടന്ന് ഇൻഡിപെൻഡൻ്റ് ആകുന്ന സമയത്ത് മാത്രമാണ് ഈ കാർമിക് ആയിട്ടുള്ളൊരു അവസ്ഥ മാറിപ്പോണത്. ഇതിൽ നമ്മൾ വീണ്ടും ഈ ഒരു വ്യക്തിയുടെ പിറകെ നിങ്ങൾ ചേസ് ചെയ്തുകൊണ്ടിരുന്നാൽ ഈ കാർമിക് ആയിട്ടുള്ള കാര്യം തീരെയില്ല. അത് മനസ്സിലാക്കുക. വീണ്ടും വീണ്ടും ഒരു തേർഡ് പാർട്ടി കഴിയുമ്പം വീണ്ടും പല തേർഡ് പാർട്ടീസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴാണോ ഇൻഡിപെൻഡൻ്റ് ആകണത്, ഈ ഒരു ആളിന് പൂർണ്ണമായും ഫൊർഗീവ് ചെയ്ത് കൊടുത്ത്, തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലും പൂർണ്ണമായും ഫൊർഗീവ് ചെയ്ത് കൊടുത്ത്, കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ എന്ത് തരത്തിലുള്ള കർമ്മ ഇവരോടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം പൂർണ്ണമായും നമ്മളും ഹീലാകുക, ഇവരെയും ഫൊർഗീവ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒരിക്കലും അത് വേദന വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മളെ ഹീൽ ചെയ്യാനുള്ളൊരു ചിലപ്പോൾ പാസ്റ്റിൽ കഴിഞ്ഞ ജന്മങ്ങളിൽ നമുക്ക് ഹീൽ ചെയ്യപ്പെടാത്ത വൂണ്ടുണ്ടായിരിക്കാം നമ്മളുടെ ഹൃദയത്തിൽ. ഇതൊക്കെ ഒന്നേന്ന് എടുത്ത് ഈ വൂണ്ടെല്ലാം ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം ഈ വ്യക്തി വീണ്ടും വന്നത്. ചിലപ്പോൾ നമുക്ക് ഒരു വേദന നമ്മളുടെ ഉള്ളിൽ വരുമ്പോഴാണ് അതിനെ കണക്ട് ചെയ്ത് കുറേയധികം കാര്യങ്ങൾ പാസ്റ്റിൽ നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുകാലത്ത് ചൈൽഡ്ഹുഡിൽ വന്ന കാര്യങ്ങൾ പോലും, ആ വേദന പോലും ഇപ്പോഴത്തെ വേദനയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അത് ഈ ഒരു വേദന തുടങ്ങുമ്പോഴായിരിക്കണം. നമ്മൾ മിക്കവാറും ഒരു പ്രശ്നങ്ങളും ഇല്ലാതിരിക്കുന്ന സമയത്ത്, നമ്മളെ മനസ്സ് കാമായിരിക്കുന്ന സമയത്ത് നമുക്ക് വേദനകളൊന്നും വലിയ പ്രശ്നം വരില്ല. പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒരു വേദന കിട്ടുന്ന സമയത്ത് നമുക്കൊരു ചെയിനായിരിക്കും, കണക്ട് ചെയ്ത് കുറേ പെയിൻ വരും. അപ്പോൾ അത് നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ട്രോമ വരെ നിങ്ങൾ ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഹീലിങ്ങിന് വേണ്ടിയിട്ടാണ് വന്നത്. കഴിഞ്ഞ ജന്മത്തിൽ പോലും നിങ്ങൾക്ക് കിട്ടിയ വേദനകളെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വ്യക്തി ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ടു ഫാൺസിൻ്റെ എനർജിയാണ്. ഒരു ചിലപ്പോൾ ഒറ്റ നോട്ടത്തിൽ കണ്ട് തന്നെ വളരെ ഇഷ്ടപ്പെട്ട വ്യക്തികളായിരിക്കണം നിങ്ങൾ. അപ്പോൾ ഒരു സ്പാർക്ക് നമുക്ക് എവിടെയോ അറിയാം, അല്ലെങ്കിൽ നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കാത്തിരുന്നൊരു വ്യക്തിയായിരിക്കും. ഇതുപോലൊരാളിനെ നിങ്ങളുടെ ലൈഫിൽ വേറെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ കണ്ട് മുട്ടിയ ഒരു വ്യക്തിയാണെന്നുള്ളത് പെട്ടെന്ന് തന്നെയൊരു സ്പാർക്കായി നിങ്ങൾ വളരെ അടുത്ത് തന്നെ റിലേഷൻഷിപ്പിലായി പോയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ആ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു ഇത് നിങ്ങളുടെ ഉള്ളിൽ വന്ന ആ സമയത്ത് തന്നെ നിങ്ങൾ വളരെ അടുപ്പത്തിലായി പോയിട്ടുണ്ടായിരിക്കണം. ടവറാണ് വന്നിട്ടുള്ളത്. ഇതിൽ
കാർമിക്കാണ്. കാരണം നിങ്ങളെ അടിമുടി ഒലച്ച് കളഞ്ഞ കുറേ പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. വേറെ പാസ്റ്റിൽ നിങ്ങൾ എന്തൊക്കെ ജീവിതത്തിൽ എന്തൊക്കെ സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ടോ അതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായത് ഈ ഒരു റിലേഷൻഷിപ്പ് വന്നതിന് ശേഷം ആയിരിക്കണം. കാരണം അത്രയും നിങ്ങൾ തകർന്നു പോയ കുറേ കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിനകത്തൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇൻവോൾവഡ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ കാർമിക് കണക്ഷൻ എന്ന് പറയുന്നത്. ഈ കാർമിക് കണക്ഷൻ ആകുമ്പം അഡിക്ഷൻ വളരെ വലുതായിരിക്കും. അതിന്ന് എത്ര വേദന തന്നാലും മാറിപ്പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാം അറിയാമെങ്കിലും ചിലപ്പോൾ നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ശരിക്കും നിങ്ങൾക്ക് ഒരു മൂല്യവും തന്നിട്ടുണ്ടായിരിക്കില്ല. നിങ്ങളുടെ മുന്നിൽ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്കിത് മറ്റൊരാൾ പറയുന്നതല്ല, നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങൾക്ക് തന്നെ നേരിട്ട് അറിയാമായിരിക്കാം, നിങ്ങളതൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ പോലും ഇതൊന്ന് മാറിപ്പോകാൻ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾക്കറിയാം എനിക്കിവിടെ വലിയ സ്ഥാനമൊന്നുമില്ല എന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെ തിരിച്ചറിഞ്ഞ സമയത്ത് പോലും നിങ്ങൾക്ക് ഇതൊന്നും മാറാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് കാർമിക് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മാറാൻ പറ്റാത്ത റിലേഷൻഷിപ്പാണ് കാർമിക് റിലേഷൻഷിപ്പ്. അതുകൊണ്ട് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ചില ആൾക്കാരോട് ഒരു അട്രാക്ഷനോ സ്നേഹമോ ഒക്കെ തോന്നിയിട്ട് നമുക്കത് വേണ്ടെന്ന് തോന്നുമ്പോൾ അത് മാറിപ്പോകുന്നത് കാർമികല്ല. അത് കഴിഞ്ഞ ജന്മത്തിൽ കുറേ ആൾക്കാർ ഉണ്ടായിരുന്ന ആൾക്കാർ ഈ ജന്മത്തിൽ നമ്മളെ ജസ്റ്റ് ഒന്ന് കണ്ട് ആ ഒരു കണക്ഷൻ ഉണ്ടാക്കി അവരങ്ങ് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് പോകും. അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ഒരുപാടുണ്ടാവാം. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് വേദനകൾ മാത്രം തന്നാലും മാറിപ്പോകാൻ പറ്റാതെ അതിൽ കുടുങ്ങി കിടക്കും. അങ്ങനത്തെ ഒരു ബന്ധമാണ്. ഇത് സ്ട്രെങ്താണ്. ഇതിൽ നിങ്ങളെ ശരിക്കും നിങ്ങളുടെ സ്ട്രെങ്ത് മനസ്സിലാക്കാൻ, നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ആണ് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് വന്നത്. അപ്പോൾ നമ്മളുടെ കഴിവുകളും നമ്മളുടെ കഴിവുകേടുകളും നമ്മളുടെ പോസിറ്റീവ്സും നെഗറ്റീവ്സും മനസ്സിലാക്കാൻ പറ്റിയത് ഈ ഒരു റിലേഷൻഷിപ്പ് വന്നതിന് ശേഷമായിരിക്കും. കഴിവ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. ഈ ഒരാളുടെ പ്രസൻസിൽ നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ നമ്മളുടെ ന്യൂനതകൾ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടാത്തത് അതും നമ്മൾ ചെയ്തത് ഈ ഒരു റിലേഷൻഷിപ്പിലായിരിക്കും. അതുകൊണ്ടാണ് അത് സ്ട്രെങ്ത് ഉണ്ടെന്ന് പറയുന്നത്. നമുക്ക് സ്ട്രെങ്ത് ഉണ്ടാക്കിയാൽ മാത്രമേ ഇതിന്ന് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം സ്ട്രെങ്ത് ഉണ്ട് എന്ന് ദൈവം നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് വന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂല നിങ്ങൾക്ക് എത്ര കഴിവുകളുണ്ട്, എത്ര ധൈര്യമുണ്ട്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ഓവർകം ചെയ്യാൻ പറ്റും. അപ്പോൾ അത് മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വന്നതെന്നാണ് കാണുന്നത്. മൂൺ കാർഡാണ് ഇത്. നമുക്ക് മറഞ്ഞിരുന്ന കുറേ കാര്യങ്ങൾ, ഹിഡൻ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാവും. ഈ റിലേഷൻഷിപ്പ് വന്നത് മൂണെന്ന് പറയുന്നത് ഹിഡൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ മറഞ്ഞിരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫുമായി ബന്ധപ്പെട്ടതായിരിക്കാം, നിങ്ങളുടെ ഈ ജന്മവുമായി ബന്ധപ്പെട്ടതായിരിക്കാം, നിങ്ങളുടെ കഴിവുകളായിരിക്കാം. ഇതെല്ലാം ഹിഡൻ ആയിരുന്ന കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ഒരു മറ നീക്കി പുറത്തു വന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പം അത് ചിലപ്പോൾ നിങ്ങൾ ഈ ബന്ധം തുടങ്ങിയതിന് ശേഷമായിരിക്കണം നിങ്ങൾ റിയലായിട്ട് എന്താകേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഹിഡൻ എന്ന് പറയുന്നത്. ഹിഡൻ ട്രൂത്ത്, നിങ്ങളിലുള്ള ഒരു ഹിഡൻ ട്രൂത്ത് മനസ്സിലാക്കാൻ പറ്റിയത് ഈ ഒരു ബന്ധം വന്നതിന് ശേഷമായിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിൻ്റെ ഉള്ളിൽ എന്താണ് ഉള്ളത്, രണ്ട് വ്യക്തികൾ തമ്മിൽ യഥാർത്ഥത്തിൽ എന്താണ്, എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചതെന്നും നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കാം. 9 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ ഫുൾഫില്ലായി എന്ന് തോന്നിയത് ഈ ഒരു ബന്ധം വന്നതിന് ശേഷമായിരിക്കാം. ചിലപ്പോൾ നിങ്ങളൊരു സ്ത്രീ ആണെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ളൊരു മസ്കുലൈൻ എനർജി ഈ ഒരു വ്യക്തിയായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളൊരു പുരുഷനാണെങ്കിൽ നിങ്ങളുടെ ഫെമിനൈൻ എനർജി ഇതായിരിക്കാം. അപ്പം നമ്മൾക്ക് ഇപ്പോൾ എല്ലാവരുമായിട്ടും കണക്റ്റഡ് ആകണം എന്നില്ല. നമ്മളുടെ തന്നെ ഫെമിനൈൻ മസ്കുലൈൻ എനർജി, നമ്മളുടെ ഒരു പുറത്തുള്ള ഫെമിനൈൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മസ്കുലൈൻ എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയിലായിരിക്കും നിങ്ങൾ കണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയായിരിക്കും നിങ്ങളുടെ മസ്കുലൈനായിട്ട് കണ്ടത്. അപ്പോൾ വേറെ ആർക്കും ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ, അത് നമ്മളുടെ മനസ്സിലിരിക്കുന്ന കാര്യമാണ്. അതൊരു
പുറത്തുള്ള ഫിസിക്കലായിട്ടുള്ള കാര്യമല്ല, നമ്മളുടെ മനസ്സിനെ സംതൃപ്തിപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യം, എന്തോ ഒരു കാര്യം, അത് നിങ്ങളെ ഫുൾഫിൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതെന്നാണ്. അപ്പം അത് ചിലപ്പം ഈ ജന്മത്തിൽ നിങ്ങളത് മനസ്സിലാക്കേണ്ടതുണ്ടായിരിക്കാം. ആ മനസ്സിലാക്കിയത് കൊണ്ട് വന്നതാണെന്നുള്ളതാണ് കാണുന്നത്. 6 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഇത്. പാസ്റ്റാണ്. ശരിക്കും നിങ്ങൾ കൊടുത്ത അതേ ഒരു കാര്യം തിരിച്ചു തരാൻ വേണ്ടി വന്നതായിരിക്കണം ഈ ഒരു ജന്മത്തിൽ. അപ്പോൾ അതാണ് പാസ്റ്റ് ലൈഫ് എന്ന് പറയുന്നത്. കാർമിക് എന്ന് പറയുന്നത് അതായിരിക്കണം. അപ്പോൾ ഇതാണ് ഈ ഒരു വ്യക്തി എന്തിനാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.